ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിൽ ഇപ്പോൾ ചിന്തിക്കുന്ന വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽലെസ്സുമാണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓൾ റൈറ്റ്, നമുക്ക് നോക്കാം എന്താണ് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ. ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെക്കുറിച്ച് ഓർക്കുക. അവരുടെ ചിത്രം മനസ്സിൽ ഓർത്തുകൊണ്ട് ഇത് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ പേഴ്സൺ ഈ നിമിഷം എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ. ഓക്കെ, മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത് ദ ഗാർഡൻ ആൻഡ് ദ ഗേറ്റ് എന്നുള്ളതാണ്. അത് സൂചിപ്പിക്കുന്നത് ഈ ഒരു സെപ്പറേഷനാണ്. നിങ്ങളും ഈ പേഴ്സണുമായിട്ട് ഇപ്പോൾ ഒരു ഡിസ്റ്റൻസിലാണ്, അല്ലെങ്കിൽ ഒരു സെപ്പറേഷനിലൂടെ മുന്നോട്ട് പോകുന്നൊരവസ്ഥയാണ് എന്ന് കാണുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് കാർഡ് തന്നെ സൂചിപ്പിക്കുന്നത് ഇവിടെ ഒരു സ്റ്റോം വാർണിംഗ് ഉണ്ടെന്നാണ്. അതായത് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ശക്തമായിട്ടുള്ള തടസ്സങ്ങളുണ്ട് എന്നുള്ളത് ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. മേ ബി ഈ റിലേഷൻഷിപ്പ് മറ്റ് വ്യക്തികൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഇവരുടെ ഫാമിലി അംഗീകരിക്കാത്ത രീതിയിലുള്ള കാസ്റ്റ് ഇഷ്യൂസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ ഇഷ്യൂസൊക്കെ കാരണം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിലുള്ള ഡിഫറൻസ് കാരണം ഇതിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് എന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നിങ്ങൾ രണ്ടുപേരും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഒരു തടസ്സങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, സെപ്പറേഷനെ കുറിച്ച് ഓർക്കുന്നുണ്ട്. അറ്റ് ദ സെയിം മൊമെൻറ്റ് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ വലിയ രീതിയിലുള്ളൊരു മിറാക്കിൾ സംഭവിക്കണമെന്നും ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് യെസ്, ഇപ്പോൾ പോസിബിലിറ്റി, ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചാൻസസും കാണുന്നത് ഈ ഒരു സിറ്റുവേഷൻ, ഇപ്പോൾ സ്റ്റോം വാർണിംഗ് ഒക്കെ കാണുന്നുണ്ടെങ്കിലും ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു തേർഡ് പാർട്ടി എനർജിയൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് ഈ സിറ്റുവേഷനിൽ നിങ്ങൾ മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. വളരെ ശക്തമായിട്ടുള്ള റീയൂണിയനാണ്, എനർജിയാണ് ഇവിടെ കാണുന്നത്. ആൻഡ് അവർ അത്രയും പോസിറ്റീവായിട്ട് തന്നെയാണ് ചിന്തിക്കുന്നത്. എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും, എന്തൊക്കെ നഷ്ടപ്പെടുത്തേണ്ടി വന്നാലും, എന്തിനു വേണ്ടിയും എന്ത് ത്യജിച്ചുകൊണ്ടും നിങ്ങളെ നേടിയെടുക്കാനായിട്ട് അവർ തയ്യാറെടുക്കുന്നു എന്നാണ് കാണുന്നത്. അതിനായിട്ടുള്ള ഒരു ചിന്തകളിലാണ് ഈ വ്യക്തി ഇപ്പോൾ ഉള്ളത്. മേ ബി അവരായിട്ട് തന്നെ അതിനെ സ്പിരിച്വലി അവേക്കൻഡ് ആകുന്നുണ്ട്, സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആൻഡ് അവർ പറയുന്നത് തന്നെ നിങ്ങളാണ് അവരുടെ ലോകം തന്നെ ഇത്രയും മനോഹരമാക്കിയത്, നിങ്ങളോടൊപ്പമുള്ള ദിവസങ്ങളാണ് അവർക്ക് അത്രയും സന്തോഷകരമായി തീർന്നത്. സോ ഒരിക്കലും ഒന്നിനു വേണ്ടിയിട്ടും നിങ്ങളെ വിട്ടുപോകാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ് ഈ വ്യക്തി മനസ്സിലെടുത്ത് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ തീരുമാനിച്ചിരിക്കുന്നത്. ആൻഡ് യെസ്, മറ്റു വ്യക്തികൾ എന്താണോ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നത് അതിനെക്കുറിച്ചൊന്നും ഈ വ്യക്തി ബോധേഡല്ല. ഒരു സമയത്ത് അവർ അതിനെക്കുറിച്ചെല്ലാം ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അതായത് ഗോസിപ്പുകളെ അവർ ഭയപ്പെട്ടിരുന്നു. മുന്നോട്ട് പോകുമ്പോൾ മറ്റു വ്യക്തികൾ എന്ത് ചിന്തിക്കും എന്നൊരു ചിന്ത അവരിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ അതൊന്നും ബോധേഡാവുന്നില്ല, അതിനെ ഒന്നും തന്നെ അവർ കെയർ ചെയ്യുന്നില്ല. അതൊക്കെ എന്ത് സംഭവിച്ചാലും മുന്നോട്ട് തന്നെ പോകണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഫിനാൻഷ്യലി കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നൊരു സമയമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് അതിൽ കാര്യമായ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അവർക്ക് കുറച്ച് പ്രോബ്ലംസൊക്കെ സോൾവ് ആക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളോട് തുറന്നു പറയണമെന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് അതിനായിട്ടുള്ള ആ ഒരു ഡോർ ഓപ്പൺ ആകും എന്നുള്ളത് ഇവിടെ നമുക്ക് മെസ്സേജിലൂടെ ലഭിക്കുന്നുണ്ട്. അതായത് വളരെ പെട്ടെന്ന് തന്നെ അവർ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാനുള്ള ചാൻസസ് ആണ് ഇവിടെ കാണുന്നത്. ഈ റീഡിങ് കേൾക്കാനായിട്ട് നിങ്ങൾ ഇടയാവുന്നുണ്ടെങ്കിൽ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് ഈ വ്യക്തിയും നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാനുള്ള
ചാൻസസ് വളരെ കൂടുതലാണ്. അതിനുള്ള സമയം വളരെ അടുത്ത് തന്നെയാണ് അത് സംഭവിക്കുന്നത് എന്നും കാണുന്നുണ്ട്. യെസ്, അവർക്ക് നേരിട്ട് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ കഴിയില്ല. അവർ മറ്റൊരു പാത്തിലൂടെ നിങ്ങളിലേക്ക് എത്തിപ്പെടും. മറ്റൊരു വ്യക്തിയിലൂടെയോ മറ്റൊരു സോഴ്സിലൂടെയോ അവർ നിങ്ങളുമായിട്ട് കോൺടാക്റ്റിൽ വരും എന്ന് കാണുന്നുണ്ട്. അതിലൂടെ നിങ്ങൾക്കൊരു റിയൂണിയൻ പോസിബിലിറ്റി ആണ് കാണുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴുള്ള നെഗറ്റീവ് എനർജീസ് എല്ലാം തന്നെ ഡ്രെയിൻ ആവുകയും ലൈഫിന് തന്നെ ഒരു ബാലൻസിങ് സിറ്റുവേഷൻ ഉണ്ടാവുകയും ചെയ്യും. ഈ വ്യക്തിയും നിങ്ങളുമായിട്ട് ടെലിപ്പതിക്കലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന വ്യക്തികളാണ്. അത്രത്തോളം സോൾ കണക്ഷൻ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട്. ആ വ്യക്തി ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊരു വ്യക്തിയിലേക്കോ മറ്റു റിലേഷൻഷിപ്പിലേക്കോ ഒന്നും പോകുന്നില്ല. അവർ ആ ഒരു പ്രണയം ഇപ്പോൾ നോ കോൺടാക്റ്റിലാണെങ്കിൽ അത്രയും ആ ഒരു പ്രണയം അതുപോലെ തന്നെ അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഒട്ടും തന്നെ അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനമോ പ്രണയമോ കുറഞ്ഞു പോയിട്ടില്ല. ആൻഡ് ഇതൊക്കെയും അവരുടെ ചിന്തകളിലൂടെ നമുക്ക് കിട്ടുന്ന എനർജീസാണ്. അവർ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, പോസിറ്റീവായിട്ട് തന്നെയാണ് ചിന്തിക്കുന്നത്. ഇതിനിടയിൽ വരുന്ന താൽക്കാലികമായിട്ടുള്ള തേർഡ് പാർട്ടി എനർജീസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇല്ലാണ്ടായി പോകുമെന്ന് മനസ്സിലാക്കുക. ആൻഡ് അതിന് ഫിനാൻഷ്യൽ സ്ട്രഗിൾ ആയിരുന്നാലും ചില വ്യക്തികളുടെ ഇൻ്റർഫിയറൻസ് ആയിരുന്നാലും അതിനെല്ലാം അവഗണിക്കാനായിട്ട് ഈ വ്യക്തിക്ക് കഴിയും. കാരണം അത്രയും പവർഫുള്ളാണ് നിങ്ങൾ ഈ വ്യക്തിക്ക് കൊടുക്കുന്ന പ്രണയം. ആ ഒരു പ്രണയത്തിന് അവർക്ക് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ അവരുടെ മനസ്സിൽ, അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കൊരു സ്ഥാനമുണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, പക്ഷേ റിലേഷൻഷിപ്പിലായിരുന്നപ്പോൾ പല തർക്കങ്ങളും പല പ്രശ്നങ്ങളും നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നെങ്കിലും അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൻ്റെ സയൻസ് ആയിരുന്നു എന്ന് മനസ്സിലാക്കുക. കാരണം ഇപ്പോൾ സെപ്പറേഷനിലായപ്പോൾ നിങ്ങൾക്ക് 2 പേർക്കും അതിൻ്റെ അവയർനെസ് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ടോട്ടൽ സക്സസ് തന്നെയാണെന്നാണ് കാണുന്നത്. പലർക്കും കോമൺ റീഡിംഗ് ആണ്. എന്നിരുന്നാൽ പോലും ഒത്തിരി പേർക്കും അവർ ചൂസ് ചെയ്തിട്ട വ്യക്തി എന്ന് പറയുന്നത് അവരുടെ ലൈഫ് പാർട്ണർ ആവാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. അവരുമായിട്ട് നിങ്ങളൊരു ഹാപ്പി ഫാമിലി ലൈഫ് ലീഡ് ചെയ്യുമെന്നാണ് കാണുന്നത്. വളരെ സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് തന്നെയാണ് കാണുന്നത്. ആൻഡ് നമ്പർ 4, 444, 44 എന്നൊക്കെ പറയുന്ന നമ്പറുകൾ ഈ റിലേഷൻഷിപ്പിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി നമ്പർ 4. ഓക്കെ, ആൻഡ് ഈ വ്യക്തി ചില സാഹചര്യങ്ങളോട് ഫൈറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതെല്ലാം അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്കൊരു പ്രയോറിറ്റി, നിങ്ങൾക്കൊരു ബെറ്റർ ലൈഫ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ അതെല്ലാം ചെയ്യുന്നത്. അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ആങ്ഷ്യസ് ആണ്. നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുതേ എന്നവർ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ഈ ഒരു നിമിഷം ഈ വ്യക്തി ചിന്തിക്കുന്നത്. ഈ നിമിഷത്തിൽ അവരുടെ തോട്ട് അത് തന്നെയാണ്. ആ ഒരു കാര്യമാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അവർ ഈ നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു, നിങ്ങളെ ഒരിക്കലും നഷ്ടപ്പെടരുതേ എന്നവർ ആഗ്രഹിക്കുന്നു. ആ ഒരു ചിന്ത അവരുടെ മനസ്സിൽ ഇപ്പോഴുണ്ട്. ഈ റീഡിംഗ് നിങ്ങൾ കേൾക്കുന്ന സമയത്തുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവുന്നില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.